എടാ മൂലെ ഷൈജു എന്ന് പറയുന്ന മൂലദേവസ്യയുടെ മൂത്ത മകൻ പൂറി മോനെ തള്ളയോളി. എടാ തായോളി പൂറി മോനെ, നീ സീനാവെടിയുടെ നിന്റെ അനിയന്റെ ഷിജോയുടെ ഭാര്യ സീനാവെടി കാഞ്ഞിരപ്പള്ളി വെടിയുടെ പൂറ്റിലടിക്കുന്ന കഥ ഇനി നാട്ടുകാർ മുഴുവൻ അറിയണ്ടടാ പൂറി മോനെ. നിന്റെ ഭാര്യ ആരുന്ന ഞാന് വേശ്യാന്നും പറഞ്ഞ് പൂറി മോനെ നീ നടക്കുമ്പോ ഞാൻ വേശ്യായെങ്കിൽ എടാ തള്ളയോളി, എടാ പൂറി മോനെ, നിന്റെ കുണ്ണ കൊണ്ട് നീ സീനാവെടിയുടെ പൂറ്റി കയറ്റി വെച്ചിട്ടല്ലടാ ഞാൻ വ്യഭിചരിക്കാൻ പോയത്. എടാ പട്ടി പൂറി മോനെ, ഞാൻ ജോലിക്ക് പോയ സമയത്ത് എൻ്റെ പിള്ളേരെ ചെറുക്കനെ മീൻ മേടിക്കാനും ഓടിച്ചു വിട്ടു, പെങ്കൊച്ചിനെ തോട്ടി കുളിക്കാനും സീനാവെടി നീയും കൂടെ കൂടി ഓടിച്ച് വീട്ടിൽ ഇരുന്ന പിള്ളേരെ തെറി വിളിച്ച് വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ട് എൻ്റെ കട്ടിലേ കിടന്ന് നീ ആ പൂറിക്ക് ടൂക്കിയില്ലേടാ പൂറി മോനെ. എന്നിട്ട് എൻ്റെ പെങ്കൊച്ച് കുളിയും കഴിഞ്ഞ് തോട്ടിൽ നിന്ന് കയറി വരുമ്പം ആ പൂറി തുണിയില്ലാതെ എഴുന്നേറ്റ് പോകുന്നത് നീയും ഷർട്ട് ഊരിയിട്ട് നീ വെപ്രാളം കാണിച്ചിട്ട് നീ ഇറങ്ങി വരുന്ന എൻ്റെ കൊച്ച് കണ്ടില്ലടാ പൂറി മോനെ. എടാ തള്ളയോത്ത തായോളി, എടാ പൂറി മോനെ, ഞാൻ അങ്ങനെ ആയിപ്പോയെങ്കിൽ തള്ളയോത്ത തായോളി നീ തന്നെയാടാ പൂറി മോനെ അതിന് കാരണം. എടാ ലൈസ പാപ്പച്ചൻ്റെ അവിടെ നീ ചിരക്കാൻ നിന്നപ്പോൾ അവരുടെ വീട്ടിലുള്ള വേലക്കാരിയൊക്കെട്ടൊക്കെ നീ പണിക്കൊണ്ടിരിക്കുകയല്ലാന്നോടാ പൂറി മോനെ. അത് അവർ വന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞടാ പൂറി തായോളി. എടാ അവരതി മോനെ, അവിടെ നിന്റെ തള്ള കുട്ടിയമ്മയെ കഴിഞ്ഞും പ്രായമുള്ള വേശ്യകൾ വെടികൾ അവിടെ പണിക്ക് വന്ന് കുഞ്ഞുമോളെന്ന് പറഞ്ഞ് ഒരുത്തേ നീ കെട്ടിക്കോളാമെന്നും പറഞ്ഞിരിക്കുകയല്ലായിരുന്നോടാ. അത് കഴിഞ്ഞിട്ട് അവിടെ പൂറ്റിലടിച്ച് കുറേ കഴപ്പ് തീർത്ത് കഴിഞ്ഞപ്പോഴത്തേന് നീ അറവുകാരൻ ഔസേപ്പിന്റെ അനിയന്റെ ഭാര്യ ഒരു പൂറിയെ കൊണ്ടു നിർത്തി അവളെയും കെട്ടിക്കോളാന്നും പറഞ്ഞ് നടക്കല്ലായിരുന്നോടാ പൂറി മോനെ. അങ്ങനെ എത്ര പേര്, എടാ അമ്പലം ഭാഗത്തുള്ള ബിന്ദു എന്ന് പറഞ്ഞൊരു വേശ്യം കൊണ്ട് നീ ഇപ്പൊ നടക്കല്ലാടാ. അതിനൊക്കെ ഒരേ സമയത്ത് എത്ര പൂറികളാടാ പൂറി മോനെ. എടാ തള്ളയോത്ത തായോളി, നിനക്ക് എന്നെയാ പേര് വിളിക്കാൻ എന്നാടാ യോഗ്യതയുള്ള പൂറി മോനെ. എടാ നിന്റെ തന്ത ചത്തയന്ന് നീയും നിന്റെ സീനാ വെടിയും കൂടെ അവിടെ നിന്ന് പിള്ളാച്ചനും കുസുമവും കളിക്കുന്ന ഞാൻ കണ്ടതാടാ പൂറി മോനെ. എടാ പൂറി തായോളി, നാണം ഉണ്ടോടാ പൂറി മോനെ നിനക്ക്? നീ 14 വർഷമായില്ലടാ പൂറിയുടെ പൂറ്റിനകത്ത് കയറി വെക്കാൻ വേണ്ടിട്ട്. എടാ ഈ 14 വർഷമായിട്ട് നിന്റെ കുണ്ണ കൊണ്ട് സീനാവെടിയുടെ പൂറ്റി കയറ്റി വെച്ചതിന് ശേഷമാടാ ഞാൻ അപരാധിയാകാൻ പോയത്. നീ പോയി ഊമ്പിക്കൊടുക്കടാ പാട്ടി പൂറി മോനെ. എടാ ആ പൂറിയെ ഈ നാട്ടിലുള്ള പട്ടി വരെ, എടാ 14 വർഷം മുമ്പ് ഞാൻ കൊടുത്ത കേസ് കോടതിയിൽ പോയി കഴിഞ്ഞപ്പം നീ ഒരിടവേള എടുത്ത സമയത്ത് ഈ നാട്ടിലുള്ള പട്ടി വരെ ആ പൂറിയെ കയറി പണിയില്ലടാ പൂറി മോനെ. നിന്റെ അനിയൻ തായോളിയെ വിളിച്ച് പറഞ്ഞപ്പോ ആ പൂറിയ മോൻ പറഞ്ഞ നിക്കുകയല്ല, ആ വെടി നിക്കുകയല്ലെന്നാ പറഞ്ഞ. അവൾക്ക് ചേട്ടന്റെ കുണ്ണ തന്നെ തിന്നണോന്നാ പൂറി പറഞ്ഞേ. എടാ പാട്ടി പൂറി മോനെ, നീ എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് നീ കണ്ട പൂറി മോനെയൊക്കെ കൂട്ടുപിടിച്ച് ഞാൻ എൻ്റെ മക്കളെ, കാരണം പൂറി മോനെ നീ എനിക്കുണ്ടാക്കി